മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് മൂന്നാർ ട്രിപ്പൊക്കെ പോയി വന്ന കണ്ണനെയും മഹാലക്ഷ്മിയും ചൊടിപ്പിക്കാനായിട്ട് തനിക്ക് ഒരു അമ്മയാകണമെന്നുള്ള ആഗ്രഹത്തിൽ ഹോസ്പിറ്റലിലേക്ക് ചെന്ന കരുണയെ ഞെട്ടിച്ചുകൊണ്ട് ഡോക്ടർ ആ സത്യം പറയുന്നു. അതായത് നോർമലി അല്ലല്ലോ കരുണയുടെ കുഞ്ഞ് അബോഷനായി പോയത്, വിഷമരുന്ന് ഉള്ളിൽ ചെന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അവളുടെ കുഞ്ഞ് നഷ്ടമായത്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ണനെയും മഹാലക്ഷ്മിയും ഉദ്ദേശിച്ച് കലക്കിയ വിഷമരുന്ന് അബദ്ധത്തിൽ കരുണ എടുത്ത് കുടിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ കരുണയും മുത്തശ്ശിയും പ്രതാപനും ഒക്കെ കരുതിയിരുന്നത് അവർ കലക്കി വെച്ച വിഷമരുന്ന് കലർത്തിയ പാൽപ്പായസമാണ് കണ്ണനും മഹാലക്ഷ്മിയും കുടിച്ചതെന്നാണ്. പക്ഷേ അതല്ലായിരുന്നു. വിഷമരുന്ന് കലർത്തിയ പാൽപ്പായസം കരുണയാണ് മുഴുവനും കുടിച്ചു തീർത്തത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന കരുണ തീരെ വയ്യാണ്ടായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഞെട്ടിക്കുന്ന കാര്യം അറിയുന്നു. കണ്ണനെയും മഹാലക്ഷ്മിയും ജയിക്കാൻ വേണ്ടിയിട്ട് ആകെ ഉണ്ടായിരുന്ന ഒരു മാർഗമായിരുന്നു തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റാത്ത മഹാലക്ഷ്മിയെ കുഞ്ഞിനെ കാണിച്ച് ചൊടിപ്പിക്കുക എന്ന വാശിയിലിരുന്ന കരുണയെ ഞെട്ടിച്ചുകൊണ്ട് ആ ദുരന്തം സംഭവിക്കുന്നു. കരുണയുടെ കുഞ്ഞ് നഷ്ടമാകുന്നു. വീൽചെയറിലിരിക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ മഹാലക്ഷ്മിക്ക് നഷ്ടപ്പെടാൻ ദാമ്പത്യ ജീവിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹാലക്ഷ്മി എന്ത് തന്നെ ആഗ്രഹിച്ചാലും അത് നിറവേറ്റി കൊടുക്കാനുള്ള സാമ്പത്തിക ബലം നമ്മുടെ കണ്ണനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാറെന്നല്ല, ജർമ്മനിയിലേക്കോ എവിടേക്ക് വേണമെങ്കിലും ട്രിപ്പ് കൊണ്ടുപോകാൻ കണ്ണനും തയ്യാറായിരുന്നു. അങ്ങനെ ട്രിപ്പ് പോയ കണ്ണനെ മഹാലക്ഷ്മിയും ചൊടിപ്പിക്കാൻ കരുണ കണ്ടെത്തുന്ന മറ്റൊരു മാർഗമാണ് തനിക്കെന്തായാലും ഒരമ്മയാകാൻ പറ്റും, മഹാലക്ഷ്മിക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ല. വീണ്ടും താൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അധികം താമസിക്കാതെ ആ കുഞ്ഞിനെ കാണിച്ച് അവരെ രണ്ടാളെയും വിഷമിപ്പിക്കാം എന്ന് കരുതിയിട്ട് കരുണയാണെങ്കിൽ ഉണ്ണിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഒരു തവണ അബോഷനായി പിന്നീട് ഇതുവരെയും ഒരു കുഞ്ഞിന് അമ്മയാകാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇനി ഡോക്ടറെ കാണിച്ചിട്ടേ കാര്യമുള്ളെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉണ്ണിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. പരിശോധനകൾക്കൊടുവിൽ ഡോക്ടർ പറയുന്നു, വിഷമരുന്നുള്ളിൽ പോയതിൻ്റെ ഭാഗമായിട്ടാണ് കരുണയുടെ കുഞ്ഞ് ആദ്യം നഷ്ടമായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഇപ്പോഴും കരുണയുടെ ശരീരത്ത് അവശേഷിക്കുന്നു. ഇനി നോർമലി കരുണയ്ക്ക് ഒരു അമ്മയാകാൻ പറ്റില്ല. അങ്ങനെ അമ്മയാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെക്കപ്പുകളും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും തുടരണമെന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഉണ്ണിയെ ഉപേക്ഷിച്ച് കരുണ സ്വന്തം വീട്ടിലേക്ക് പിണങ്ങിപ്പോയത്. എല്ലാം കൊണ്ടും തൻ്റെ ജീവിതം പരാജയമായെന്ന് തിരിച്ചറിഞ്ഞ കരുണ ഉണ്ണിയുമായിട്ടുള്ള വിവാഹബന്ധം ഉപേക്ഷിക്കാൻ നിന്ന സമയത്താണ് മഹാലക്ഷ്മിക്ക് ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചു, കണ്ണൻ മഹാലക്ഷ്മി ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കി കരുണ ഉണ്ണിയോടൊപ്പം കമലേശ്വരം തറവാട്ടിലേക്ക് തിരികെ താമസത്തിനായിട്ട് പോകുന്നു. അതിനുശേഷം കരുണയുടെ മനസ്സിൽ വീണ്ടും ആഗ്രഹം വരുന്നുണ്ട്, തനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിന് അമ്മയാകണം. എന്തായാലും മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുവാണ്. അതിനു മുമ്പ് തന്നെ തനിക്കും ഒരു അമ്മയാകണം. ആ കുഞ്ഞിനെ വെച്ച് മഹാലക്ഷ്മി ഒരിക്കലും കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ഉണ്ണിയേട്ട നമുക്ക് ആ കുഞ്ഞിനെ കണ്ണേട്ടന് കൊടുക്കാം. അങ്ങനെ ആ കുഞ്ഞിനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന കണ്ണേട്ടൻ ഒരിക്കലും മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ തേടിപ്പോകില്ല. മാത്രമല്ല ബാക്കി അവശേഷിക്കുന്ന സ്വത്ത് നമ്മുടെ കുഞ്ഞിലേക്ക് തന്നെ വന്നു ചേരും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയുന്നു, കരുണെ നീ പറഞ്ഞത് ശരി തന്നെയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ തോമസ് വൈദ്യരെ തന്നെ കണ്ടാൽ എന്താ? ഇപ്പം തന്നെ വാമദേവൻ അമ്മാവന് നല്ല മാറ്റമുണ്ടെന്ന് മേഘേട്ടനും അമ്മായിയൊക്കെ പറഞ്ഞു. ഇത്രയും പ്രായമായി ഉണ്ടായ അപകടമായതുകൊണ്ട് ഒരിക്കലും ഇനി വീൽചെയറിൽ നിന്നും എണീക്കാനാകില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞേ. അങ്ങനെയുള്ള അമ്മാവന് പോലും ഇപ്പം വീൽചെയറിൽ നിന്ന് എണീറ്റ് ചെറുതായിട്ട് നടക്കാൻ സാധിക്കും. മാത്രമല്ല കണ്ണേട്ടൻ 12ാമത്തെ വയസ്സിൽ വീൽചെയറിലായതാ. അയാളുടെ കാൽവിരലുകൾ പോലും ചലിപ്പിക്കാൻ കാരണമായത് അദ്ദേഹത്തിൻ്റെ മരുന്നും ചികിത്സയും ഒന്നുകൊണ്ട് മാത്രമാണ്. തോമസ് വൈദ്യരെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ പ്രശ്നത്തിന് ഒരു പ്രതിവിധി കാണാൻ അദ്ദേഹത്തിനാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ണിയേട്ടാ എന്ന് കരുണ പറയുന്ന സമയത്ത് ഉണ്ണിയാണെങ്കിൽ ഈ വിവരം മുത്തശ്ശിയെയും പ്രതാപനെയും അതുപോലെ തന്നെ ദുർഗയെയും അറിയിക്കുന്നു. അപ്പോൾ അവരെല്ലാവരും പറയുന്നു, എടുത്ത തീരുമാനം നല്ലത് തന്നെയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞു വേണം. മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞുപോയ ഈ സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ വെച്ച് നമുക്ക് കണ്ണൻ്റെ സ്നേഹവും സ്വത്തുക്കളും നേടിയെടുക്കാനാകുമെന്ന് എല്ലാവരും ഉപദേശിച്ചു കൊടുക്കുന്നത് പ്രകാരം ഉണ്ണിയും കരുണയും നമ്മുടെ തോമസ് വൈദ്യരെ കാണാനായിട്ട് പോകുന്നുണ്ട്. പേരും അഡ്രസ്സും ഒക്കെ കണ്ടപ്പോഴേ തോമസ് വൈദ്യർക്ക് ആളെ മനസ്സിലായി, കണ്ണൻ്റെ സഹോദരനാണ് ഉണ്ണിയും. അതുമാത്രമല്ല സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് സ്വന്തം സഹോദരനെ പോലും കൊല്ലാൻ മടിക്കാത്ത ഒരു പ്രകൃതക്കാരനാണെന്നും അയാളും അയാളുടെ ഭാര്യയും രണ്ടുപേരും എങ്ങനെയാണ് കണ്ണനെയും മഹാലക്ഷ്മിയും കണക്കാക്കുന്നത്, അവരോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം തോമസ് വൈദ്യർക്കും അതുപോലെ സാഗറിനും അറിയത്തില്ലേ. അങ്ങനെ തോമസ് വൈദ്യരെ കാണുന്ന സമയത്ത് കരുണ പറയുന്നു, എനിക്ക് ആദ്യ തവണ നോർമലി ഒരു കുഞ്ഞുണ്ടായിരുന്നു. 5 മാസമായപ്പം അത് അബോഷനായി പോയതോ അതോ എന്തെങ്കിലും മരുന്ന് കഴിച്ചതാണോ എന്ന് അർത്ഥം വെച്ചിട്ട് തോമസ് വൈദ്യർ ചോദിക്കുന്നു. അതല്ല വൈദ്യരെ, അബോഷനായി പോയതാ.
പിന്നീട് ഇത്രയും കാലമായിട്ടും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നില്ല. തോമസ് വൈദ്യർ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന പേഷ്യൻ്റ് നല്ല മനസ്സുള്ളവരായാലും കെട്ട മനസ്സുള്ളവരായാലും അവരുടെ പ്രശ്നം പരിഹരിക്കുക എന്ന ഒറ്റൊരാഗ്രഹം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ കരുണയെ സഹായിക്കാനായിട്ട് തോമസ് വൈദ്യരും ചികിത്സ തുടരുന്നുണ്ട്. ചികിത്സയുടെ ഭാഗമായി പല ചെക്കപ്പുകളും നടത്തി കരുണയുടെ പ്രോബ്ലം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. കുഞ്ഞ് നഷ്ടമായത് നോർമലി ഒന്നുമല്ല, വിഷമരുന്നുള്ളിൽ ചെന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റ് ഈ കുട്ടിയുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇവൾക്കൊരമ്മയാകാൻ പറ്റാത്തത്. ചികിത്സ തുടരാം, എങ്കിലും ഇവളൊരു അമ്മയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാനാകില്ല എന്ന് പറയുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഉണ്ണിയെയും അതുപോലെ കരുണയും കാണിക്കുന്നുണ്ട്. എന്താകുമെന്ന് കാത്തിരുന്ന്